നമസ്കാരം. ജനാധിപത്യത്തിലെ രസകരമായ കിറുക്കുകളുമായി ഡെമോക്രസി തുടങ്ങുന്നു. വരൂ വരൂ, എൻ്റെ നോട്ട് നിരോധന പരിഷ്കാരത്തെക്കുറിച്ച് പ്രജകൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്, നമ്മൾക്ക് കൊതിയായി കേൾക്കാൻ എന്ന് രാജ്യത്തിൻ്റെ പ്രജാപതി അറിയിച്ചതിന് ശേഷമുള്ള ആദ്യ ഡെമോക്രസിയാണ് ഇത്. എൻ്റെ പൊന്നു രാജാവേ, അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അങ്ങയുടെ മൊബൈൽ ആപ്ലിക്കേഷനുകളെല്ലാം ജാം ആകും എന്ന് പറയേണ്ടി വരുമെന്ന വിധത്തിലുള്ള ഡെമോക്രാറ്റിക് ഉത്തരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് മാത്രം പറയുന്നു. അതുകൊണ്ട് ആദ്യം ഇന്നത്തെ പ്രധാന പുലിവാലുകൾ. മന്ത്രി ആശാൻ വൈദ്യുതി വകുപ്പിൽ പണി തുടങ്ങി. ഒ രാജഗോപാലിന്റെ തലയ്ക്ക് കറണ്ടടിപ്പിക്കണമെന്ന് ഷോക്ക് മന്ത്രി. പുലിമുരുകനെ ഇഷ്ടമാണെങ്കിലും മുരുകന്റെ കള്ളപ്പണം ഇഷ്ടമില്ലെന്നും മന്ത്രി ആശാൻ. ഞാൻ പുള്ളിയുടെ സിനിമ എല്ലാം കണ്ടു, പുലിമുരുകനും എല്ലാം കണ്ടു. പക്ഷേ അങ്ങനെ പുള്ളിയുടെ ഈ പണി നമുക്ക് തീരെ സഹിക്കുന്നില്ല. പുള്ളിക്ക് കള്ളപ്പണം ഉണ്ടെന്ന് ഇഷ്ടം പോലെ. രാജ്യത്തെ മുഴുവൻ തിയേറ്ററിൽ വെച്ച് കാരണം സൗകര്യം പോവും. എന്ത് മണ്ണാങ്കട്ടക്കാണേലും പോയി നിന്ന് തൊടുപുഴ വരെ പടുത്തു വെച്ചിരിക്കുക. ഓ രാജഗോപാൽ എന്ന് പറഞ്ഞ മാന്യദേഹം, അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെല്ലാം ന്യായീകരിക്കുന്നത്? മോഹൻലാൽ ന്യായീകരിച്ചിരിക്കുക. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാ ഇപ്പോഴാ ലേശം കൂടിയത്. വയലന്റ് ആകാറുണ്ടോ? അതില്ല. അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പണം പിൻവലിച്ച് പണി കൊടുത്ത നരാധർമ്മന്റെ ആയുസ് കുറയ്ക്കാൻ പരദൈവങ്ങളോട് പ്രാർത്ഥിച്ച് പ്രവാസി കോൺഗ്രസിന്റെ ശയന പ്രദക്ഷിണം. സാറേ, ഞാൻ ചത്തു, എനിക്കൊന്നും ശീലമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലമാകുന്നത്? ആരാ അഭി വിളിക്കണേ? ചെറിയ എന്നെ ചുറ്റിക്കാടാ, നീ പിന്നെ വിളിക്കേ. എങ്ങോട്ടാലും ഉരുണ്ടാ പോരെ. കീശയിലെ കാശും മൊബൈലും പോകാതെ പൊത്തിപ്പിടിച്ച് ശയനം നടത്തിയത് 55 സെക്കൻഡ്. കേര കർഷകരെ രക്ഷിക്കാൻ ശത്രു നിഗ്രഹ ശക്തി ആവാഹിച്ച തേങ്ങയുമായി ശ്രീധരൻപിള്ള മന്ത്രവാദി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയെ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറന്നേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി, ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. കർഷകദ്രോഹ കൂടോത്രം ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരെ ആവാഹനക്രിയയുമായി ഉച്ചാടനം. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവേശ്വര, ദേവി, മൂകാംബികെ കാക്കണേ. വയനാട്ടിൽ ശല്യമുണ്ടാക്കിയ കാട്ടാനയെ തളച്ച് നല്ല നടപ്പിന് വിട്ട ദിവസം തന്നെ പാർട്ടിക്ക് മുമ്പിൽ കൊമ്പുകുത്തി പരാജിതൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി കലൂർ കൊമ്പൻ നൂൽപ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. രാവിലെ വനം വകുപ്പ് വെറ്റിനറി സർജൻ അരുൺ സക്രിയ ആനയ്ക്ക് മയക്കുവെടി വെച്ചു. തളയ്ക്കാൻ സഹായിച്ചത് താപ്പാനകളായ ചില മാധ്യമ ആനകൾ. ഇന്നലെ ഡെമോക്രസി നമ്മൾ അവസാനിപ്പിച്ചിടത്തു നിന്ന് ഇന്ന് ആരംഭിക്കാം. മണിയാശാൻ ഇന്നലെ മുതൽ മന്ത്രിയായതോടെ ഇന്നു മുതൽ ഇടുക്കിയിലെ ഹൈ വോൾട്ടേജ് ഏരിയ വിട്ടും കേരളീയർക്ക് മൊത്തത്തിൽ ഇനി സുകുമാർ അഴീക്കോടിൻ്റെയും MN വിജയൻ മാഷിൻ്റെയും ഒക്കെ അനർഗള സുന്ദര പ്രഭാഷണത്തെ വെല്ലുന്ന വാമൊഴി വഴക്കങ്ങൾ കേൾക്കാമെന്നായിരുന്നു ഡെമോക്രസി പറഞ്ഞു വെച്ചത്. പറഞ്ഞത് പാഴ്വാക്കായില്ല. ഷോക്കടിപ്പിക്കൽ മന്ത്രി ആദ്യ ഷോക്കടി ആർക്കാണ് നൽകേണ്ടതെന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇടുക്കി അണക്കെട്ടിലെയും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെയും കേരളത്തിലെ മുഴുവൻ അണക്കെട്ടിലെയും ശക്തി മുഴുവൻ ആവാഹിച്ചുള്ള ഹൈ പവർ വോൾട്ടേജിൽ കേരളത്തിലെ 2 പേർക്കും കേന്ദ്രത്തിലെ ഒരാൾക്കും ഭ്രാന്തിന് ഷോക്കടി ചികിത്സ വേണമെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ ആദ്യ ഉത്തരവ്. ഞാൻ പുള്ളിയുടെ സിനിമ എല്ലാം കണ്ടു, പുലിമുരുകനും എല്ലാം കണ്ടു. പക്ഷേ അങ്ങനെ പുള്ളിയുടെ ഈ പണി നമുക്ക് തീരെ സഹിക്കുന്നില്ല. പുള്ളിക്ക് കള്ളപ്പണം ഉണ്ടെന്ന് ഇഷ്ടം പോലെ. രാജ്യത്തെ മുഴുവൻ തിയേറ്ററിൽ വെച്ച് സൗകര്യം പോവും. എന്ത് മണ്ണാങ്കട്ടക്കാണേലും പോയി നിന്ന് തൊടുപുഴ വരെ പടുത്തു വെച്ചിരിക്കുക. ഓരോ രാജഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. കേരളീയർക്ക് പറ്റിയ വിഡിത്തമാണ്. അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെല്ലാം ന്യായീകരിക്കുന്നത്? മോഹൻലാൽ ന്യായീകരിച്ചിരിക്കുക. എനിക്ക് ആരാധനയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അങ്ങനെ ഈ വട്ടുകേസിന് കൂട്ടുനിന്നല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വലിയ സങ്കടം വന്നു. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാ ഇപ്പോഴാ ലേശം കൂടിയത്. വയലന്റ് ആകാറുണ്ടോ? അതില്ല. അയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ പുലിമുരുകൻ, ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ സിനിമ കാണാൻ വരുന്ന ഈ പാവപ്പെട്ട ആളുകളാണ്. അവരാണ് സിനിമ കാണാൻ വരുന്നത്.
അവരെ കാശാണ് 120 കോടി രൂപ. അതെല്ലാം കിട്ടി പിരിവിരകരായപ്പോൾ നാട്ടിലെ പാവങ്ങളെ അവഹേളിക്കാൻ തെളിഞ്ഞാൽ അതൊരിക്കലും അനുവദിക്കില്ല. BJP വരും, എല്ലാം അസാധുവാക്കും എന്ന പ്രഖ്യാപനം നടപ്പായി തുടങ്ങിയതിനെക്കുറിച്ച് പ്രജാപതിയായ പ്രധാനമന്ത്രിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ പ്രജകൾക്ക് അഭിപ്രായം അറിയിക്കാമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം നൽകിയിട്ട് അധികം സമയമായിട്ടില്ല. കരുണാപൂർണമായ ആ വാഗ്ദാനം കേട്ട് പാടത്ത് പണിയെടുക്കുന്നവരും കക്കൂസ് കോരുന്നവരും മണലാരണ്യത്തിൽ പണിയെടുക്കുന്നവരും അടക്കമുള്ളവർ തുരുതുരാ മറുപടി പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം അഭിപ്രായം അറിയിക്കാൻ വന്നിരിക്കുന്നവർ ശയന പ്രദക്ഷിണക്കാരാണ്. മണലാരണ്യത്തിൽ ഇരുന്നും കിടന്നും നിരങ്ങിയുമൊക്കെ പണിയെടുത്ത് ഇങ്ങോട്ട് പണം അയച്ചു തരുന്ന പ്രവാസികൾ. നോട്ട് നിരോധനത്തിനെതിരെ അവർ ശയന പ്രദക്ഷിണം നടത്തും. അതിനു മുൻപ് പ്രജാപതിയായ മോദിജി മൊബൈൽ ആപ്ലിക്കേഷൻ ഓണാക്കിക്കോളൂ. ആദ്യം ഇവർക്ക് പറയാനുള്ളത് കേൾക്കാം. പ്രവാസികൾ സ്പ്ലിറ്റ് AC പോലെയാണ്. യന്ത്രം പുറത്തായിരിക്കും, തണുപ്പ് അകത്തുള്ളവരാണ് അനുഭവിക്കുക. കാര്യം പ്രവാസി കോൺഗ്രസ്സുകാരൊക്കെയാണ്. പക്ഷേ കോൺഗ്രസ്സുകാരൊക്കെയാണെങ്കിലും ഒരു കാര്യം നേരാവണ്ണം പറയണമെങ്കിൽ VS തന്നെ ശരണം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ ചില സന്ദർഭത്തിൽ സത്യങ്ങൾ വളരെ ഉറക്കെ പറയുന്ന ഒരു നേതാവാണ്. ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, പശു അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ ആരാണ് എന്ന് മോഡിയുടെ BJPയുടെ മുഖത്ത് നോക്കി അതിശക്തമായി അച്യുതാനന്ദൻ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അതേ അച്യുതാനന്ദൻ മോഡിയുടെ ഈ നടപടിക്കെതിരെ ഇന്ന് പറഞ്ഞിട്ടുള്ളത് 2000 രൂപ മാറിക്കിട്ടുവാൻ 90-ലേറെ വയസ്സുള്ള മോഡിയുടെ അമ്മ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മ, ബാങ്കിന് മുമ്പിൽ ATMന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സഖാവ് അച്യുതാനന്ദൻ പറഞ്ഞു, 90 വയസ്സുകാരിയായ സ്വന്തം അമ്മയുടെ കൈവിരലിൽ ചാപ്പ കുത്തുന്ന അത്രയും മോശക്കാരനായ ഒരാളാണ് മോഡി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അല്ലെങ്കിലും നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗങ്ങൾ കൊണ്ട് ആയിരങ്ങളെ കീഴടക്കിയിട്ടുള്ള VS എവിടെ? സ്പ്ലിറ്റ് AC-ക്കാരായ പ്രവാസികൾ എവിടെ? അല്ലെങ്കിൽ നോട്ടുകൾ അസാധുവാക്കിയതിനെതിരെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയിരിക്കാനും ശയന പ്രദക്ഷിണം നടത്താനും പ്രതിഷേധിക്കാനും വരുന്നുവെന്നറിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10 പോലീസുകാരെങ്കിലും ഇവിടെ കാത്തു നിൽക്കേണ്ടതല്ലേ? ഇതിപ്പോൾ നോക്ക്, ഏകാന്തതയുടെ അപാര തീരങ്ങളുമായി 2 PC-മാർ. ഏകാന്തതയുടെ മഹാതീരം ഏകാന്തതയുടെ അപാരതീരം. പ്രവാസി കോൺഗ്രസ്സുകാരെന്നാൽ സെന്റ് മണമൊക്കെ പൂശി അങ്ങനെ അച്ചടി വടിവിൽ വന്ന് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പ്രസംഗിച്ച് പൊക്കോളും എന്ന് പോലീസ് ഏമന്മാർ ധരിച്ചു വച്ചുവെന്നാണോ കരുതേണ്ടത്? പ്രവാസികളോടുള്ള അവഗണന അവരുടെ സമരത്തോടും കാണിച്ചു, അത്ര തന്നെ. പക്ഷേ അതിൻ്റെ പേരിൽ പ്രവാസി കോൺഗ്രസ്സുകാർ പ്രതിഷേധാഗ്നി ശമിപ്പിക്കുമെന്നൊന്നും കരുതേണ്ട. നരേന്ദ്രമോദിയും BJPയും RSSും ഒക്കെ 33 കോടി ഹിന്ദു ദൈവങ്ങളുടെ അനുഗ്രഹാശിസ്സുകൾ പേർന്നവരാണ് എന്ന് ചിലരൊക്കെ ധരിക്കുന്നതിനാൽ ആ വഴിക്കാവാം ഇവരുടെയൊക്കെ നോട്ട് നിരോധനത്തോടുള്ള പ്രതിഷേധം. അതുകൊണ്ട് ആദ്യം നരേന്ദ്രമോദിയെ നന്നായിട്ടൊന്ന് പ്രാഗിക്കൊണ്ട് കൊല്ലാം. ഈ പ്രജാപതിയുടെ ആയുസ്സങ്ങ്, ബാക്കി ഡെമോക്രസി പറയുന്നില്ല. ജനങ്ങൾ ജയലളിതയുടെ ആയുസ് നീട്ടിക്കിട്ടുവാൻ സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു. ലക്ഷക്കണക്കിന് ലിറ്റർ പാല് തറയിൽ ഒഴിച്ചുകൊണ്ടുള്ള ഒരു പൂജ, ഒരു പ്രാർത്ഥന പോലും അവർ നടത്തിയതായി നാം പത്രത്തിൽ വായിച്ചു. തമിഴ്നാട്ടിലെ ജനത ജയലളിതയുടെ ആയുസ് നീട്ടിക്കിട്ടുവാൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ത്യയിലെ ജനത മോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആയുസിൻ്റെ കാര്യത്തിൽ എന്താണ് പൊതുജനത്തിൽ ചിലർ പറയുന്നത് എന്ന് മനസ്സിലായി. എന്നാൽ ഇനി അധികം വൈകിക്കാതെ ആ വഴിപാട് അങ്ങോട്ട് നടത്തുക. ശത്രു നിഗ്രഹത്തിനും ശത്രുവായുസ് കുറയ്ക്കുന്നതിനും ധനാഗമനത്തിനുമായി ദേശീയപാതകളെ കോരിത്തെരിപ്പിക്കുന്ന ശയന പ്രദക്ഷിണം. സാറേ, ഞാൻ ചത്തു. എനിക്കൊന്നും ശീലമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലമാകുന്നത്? ആരാ
അഭി വിളിക്കണേ? ചെറിയ ചെറിയേ എന്നെ ചുറ്റിക്കാടാ, നീ പിന്നെ വിളിക്കേ. എങ്ങോട്ടാലും ഉരുണ്ടാ പോരെ. പൊറുക്കണേ അല്പം തരൂ. ആ ബേ, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതാണ് ശയന പ്രദർശനത്തിൻ്റെ രീതി. നോട്ട് അസാധുവാക്കലിനെതിരെ ശയനം ചെയ്യുമ്പോഴും കീശയിലെ നോട്ടിൽ നിന്ന് പിടിവിടാൻ വയ്യ. കഷത്തിലുള്ളത് പോകാനും വയ്യ, ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവാസി കോൺഗ്രസുകാരെ ശയന പ്രദർശനത്തിന് ഫലം ലഭിക്കുക? ശയന പ്രദക്ഷിണം, നാളികേര മുടക്കൽ, പ്രജാപതി നാടുവാഴുന്ന കാലത്ത് ഏത് വിപ്ലവകാരിക്കും സമരം ചെയ്യാൻ അമ്പല വഴിപാടുകളുടെ ചീട്ടെടുക്കേണ്ടി വരുന്നല്ലോ എന്ന വിചാരത്തോടെ കോഴിക്കോട്ടെ ഈ പോസ്റ്റ് ഓഫീസ് അമ്പലമുറ്റത്ത് നിന്ന് നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. കോഴിക്കോട് കളക്ട്രേറ്റിൻ്റെ തിരുമുറ്റത്ത്. അവിടെ മന്ത്രവാദി PS ശ്രീധരൻപിള്ള തിരുവടി തയ്യാറാണ്. ഈ വരുന്ന ഇടവേള കഴിയുന്നതോടെ കേരള സർക്കാരിൻ്റെ കേരവിരുദ്ധ നയങ്ങൾക്കെതിരെ മന്ത്രവാദി ശത്രുസംഹാരത്തിൻ്റെ എല്ലാ ശക്തിയും ആവാഹിച്ച നാളികേരം ഇപ്പോൾ പൊട്ടിക്കും, അല്ലെങ്കിൽ വേണ്ട, ഇടവേള കഴിഞ്ഞ് പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടിച്ചത്